കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കാനുള്ള ആഹ്വാനത്തിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ സ്ഥാപകൻ അഭിജിത്തിനെ കരുതൽ തടങ്കലിലാക്കാൻ നീക്കം. ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. അഭിജിത്ത് ദീപ്കെ സമരം തുടങ്ങിയാൽ സുരക്ഷാ ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ. ശനിയാഴ്ചയാണ് അഭിജിത്ത് അമേരിക്കയിൽ നിന്ന് ദില്ലിയിലെത്തുന്നത്. അനുയായികളോട് ദില്ലി വിമാനത്താവളത്തിലെത്താൻ അഭിജിത്ത് ആഹ്വാനം ചെയ്തിരുന്നു. ശനിയാഴ്ച മുതലാണ് CJP ദില്ലി ജന്തർ മന്ദറിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദിൽ പാലോട് ജന്തർ മന്ദറിലുണ്ട്. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ആദിൽ പാലോട് ഇന്നേ തന്നെ ജന്തർ മന്ദറിലേക്ക് എത്തിയോ? ആദിൽ പാലോട് ഒരു നമ്മുടെ അഭിജിത്ത് ദീപ്കയുടെ ഒരു ആരാധകനാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ സ്ഥലമൊക്കെ പിടിക്കാനായിട്ട് എത്തിയിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി വിസ്മയം തീർക്കുമോ ദില്ലിയിൽ? ഈ ദീപ്കയെ പിടിച്ച് ജയിലിലിട്ടാൽ ഈ പുറത്തിറങ്ങുന്ന ദീപ്കയേക്കാൾ കരുത്തനായിരിക്കുമല്ലോ അകത്ത് കിടക്കുന്ന ദീപ്കെ. എന്താണ് സാധ്യതയുള്ളത്? മൊത്തത്തിലൊരു കേന്ദ്ര സർക്കാർ ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറുകയാണ്. എന്താണ് സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നത് ആദിൽ പാലോട്? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദറിലാണ്. സാധാരണ ദില്ലിയിൽ പ്രതിഷേധങ്ങൾക്ക് അനുമതിയുള്ളത്. ആര് പ്രതിഷേധിച്ചാലും പുറത്തൊന്നും പ്രതിഷേധിക്കാനുള്ള അനുമതിയില്ല. ഈ ജന്തർ മന്ദർ എന്ന് പറയുന്ന ഈ റോഡിൽ, കേരള ഹൗസിന്റെ പരിസരത്തുള്ള ഈ റോഡ് കെട്ടിയടച്ച് ഇതിനുള്ളിൽ നമ്മൾ ഈ മുന്നോട്ട് വന്നാൽ, ക്യാമറ മുന്നോട്ട് വന്നാൽ ഇതിന്റെ ഉൾഭാഗം കൂടി കാണിച്ചു കൊടുക്കാം. ഇവിടെയാണ് പ്രതിഷേധം നിശ്ചയിച്ചിരുന്നത് അരുൺകുമാർ. ഇതിപ്പോൾ മുഴുവൻ ബാരിക്കേഡാണ്. കൃത്യമായ പരിശോധനകൾ കടന്ന് പോലീസിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കയറാൻ കഴിയുള്ളൂ എന്നതാണ്. പോലീസിന്റെ അനുമതി തേടി പ്രതിഷേധിക്കുമെന്നാണ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും ശനിയാഴ്ച രാവിലെ ദില്ലി വിമാനത്താവളത്തിലെത്തും. ദില്ലി വിമാനത്താവളത്തിലേക്ക് വരൂ, നമുക്ക് ഒരുമിച്ച് പിന്നീട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി അനുമതി വാങ്ങാം. അതിനുശേഷം ജന്തർ മന്ദറിൽ പ്രതിഷേധം ഇരിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ വലിയ ആൾക്കൂട്ടം എത്തുകയും ആയിരക്കണക്കിന് അനുയായികൾ, ഒരുപക്ഷെ അരുൺ പറഞ്ഞതുപോലെ വലിയ തരംഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. 2 കോടിയിലധികം ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രമുള്ളത്. മാത്രമല്ല, യുവാക്കളാകെ തന്നെയും ആ അഭിജിത്തിനോട് അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് അഭിജിത്ത് എത്തിക്കഴിഞ്ഞാൽ വലിയ ആൾക്കൂട്ടം, ആയിരക്കണക്കിന് പേർ വിമാനത്താവളത്തിലും പിന്നീട് ജന്തർ മന്ദറിലുമൊക്കെ എത്തിയാൽ അതൊരു സുരക്ഷാ പ്രശ്നമായി മാറും രാജ്യ തലസ്ഥാനത്ത് എന്ന് കണക്കിലെടുത്താണ് അഭിജിത്തിനെ കരുതൽ തടങ്കലിലാക്കാനുള്ള നീക്കമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അഭിജിത്തിനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം. സുരക്ഷാ പ്രശ്നം വന്നാൽ പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാകും എന്ന് പോലീസ്, ദില്ലി പോലീസും ആഭ്യന്തര വകുപ്പുമൊക്കെ, ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ കരുതുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശനിയാഴ്ച പ്രതിഷേധത്തിന് എല്ലാ ആഹ്വാനവും നൽകിയിരിക്കുന്നു. തയ്യാറെടുപ്പുകൾ ഓരോരുത്തരും എന്ന നിലയിൽ CJPയുടെ അനുഭാവികൾ നടത്തുന്നുവെന്നാണ് അറിയുന്നത്. ഏതായാലും ശനിയാഴ്ചത്തെ പരിപാടി പൊളിയും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ പറഞ്ഞതുപോലെ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ്. അകത്ത് പിടിച്ചു വെച്ചാലും പുറത്തു വിട്ടാലും ആകെ കൂടി പ്രശ്നമാകും എന്നതാണ് CJPയുടെ കാര്യത്തിൽ, CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ കാര്യത്തിലെ അവസ്ഥ. ഓക്കെ.